ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൃഷ്ണഗിരിക്കും ശൂലഗിരിക്കും ഇടയിലുള്ള ഒരു പാർക്കിങ്ങിലാണ്. ഇവിടെ അത്യാവശ്യം ട്രക്കുകളൊക്കെ പാർക്ക് ചെയ്യാനും പിന്നെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അത് കാണുന്നതാണ് സ്റ്റാർ ബിരിയാണിയും, പിന്നെ അതിന് തൊട്ടടുത്ത് അടയാർ ആനന്ദ ഭവനും ഉണ്ട്. പിന്നെ അങ്ങ് നേരെ അപ്പുറം ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് നോൺ വെജും അടയാർ വെജും. അപ്പോൾ ഇതിലെ കൂടി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് റോഡിലേക്ക് കടന്ന് പോകാനുള്ള എക്സിറ്റ് ആയത് സേലം ഭാഗത്തേക്കുള്ളത്. എവിടെ പോകണമെങ്കിലും എനിക്ക് തോന്നുന്നു അവിടെ തന്നെ പോയിട്ട് യൂട്ടേൺ എടുത്ത് വരേണ്ടി വരും. അതായത് ബാംഗ്ലൂരിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ എന്താണെന്നറിയില്ല, ഒരു കമ്പനി ഫാക്ടറിയാന്ന് തോന്നുന്നുണ്ട്, ഗോഡൗണോ അങ്ങനെ എന്തോ കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ട്രക്കൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി റൂമൊക്കെ കാണുന്നുണ്ട്. നല്ലൊരു കൃഷ്ണഗിരി പശു ഇതാ ഇവിടെ ഒന്നല്ല കുറേ പശുക്കളുണ്ട് ഇതാ മേയ്ക്കുന്നത്. അതിൻ്റെ കൂടെ 2 നായ എസ്കോട്ടും പിന്നെ കുറച്ച് ആടുകളും അതൊക്കെ ഇതാ. ഇവരൊക്കെ ഇവിടെ വന്ന് ഇപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ അയ്യപ്പന്മാരൊക്കെ ഇവിടെ വന്ന് ഇന്നലെ റെസ്റ്റ് എടുത്തായിരുന്നു. ഇപ്പോൾ അവരെ കുളിയെല്ലാം കഴിഞ്ഞതാ അവർ പോകുന്നത്. അപ്പോൾ ഇത് കൃഷ്ണഗിരി പശുവാന്ന് തോന്നുന്നുണ്ട് ഇതിനെ കാണുമ്പോൾ. ഇവിടെ ആയിരുന്നു ഞാൻ വണ്ടി പാർക്ക് ചെയ്തത് ഇന്നലെ രാത്രി. ഇവിടെയൊക്കെ ഫുൾ രാത്രി വണ്ടികളായിരുന്നു, മൊത്തം വണ്ടികളായിരുന്നു. എൻ്റെ വണ്ടീൻ്റെ മുന്നിലുണ്ടായിരുന്നു വണ്ടി. ഇവിടെയൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ കൊണ്ട് പോയി. ഇതൊക്കെ സാധാരണഗതിയിലുള്ള പോലെ ഫ്രീ എയറും ഫ്രീ നൈട്രജനും അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഫുഡ് പ്ലാസ എൻട്രി ഇവിടെയാണ് ഇതിൻ്റെ ഫുഡ് പ്ലാസൻ്റെ റെസ്റ്റോറൻറ്റ്. ഡാക്സിൻ ഡിന്നറാ റെസ്റ്റോറൻ്റ്. ദക്ഷിൻ ഡൈനർ റെസ്റ്റോറൻറ്റ് ഇതാ. അതിൻ്റെ മൾട്ടി കുഷൻ റെസ്റ്റോറൻ്റ് ആണ്. പിസ്സ ഉണ്ട്, പിസ്സ ബൈ ഒലിയോ. പിന്നെ ബിരിയാണി ഉണ്ട്. അതോടെ കമ്പനീൻ്റെ പേരാന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ. അവിടെ ഡീസൽ അടിക്കാൻ വേണ്ടി കാറുകൾക്ക് ഇവിടെ ഡീസൽ അടിക്കാൻ, പറയിലായിട്ട് ട്രക്കുകൾക്ക് ഡീസൽ അടിക്കേണ്ട സൗകര്യമുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്യൂബ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഫുഡ് പ്ലാസൻ്റെ മെയിൻ എൻട്രൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഈ സമയത്ത് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എനിക്കൊന്ന് ഈവനിങ്ങിലായിരിക്കും അല്ലെങ്കിൽ നൂണിൽ. ടേണിങ് മൈ യൂണിറ്റ്സ്. ഇവിടെ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട്, മെൻസും പിന്നെ അവിടെ വുമണും. പക്ഷേ ഇവിടെ ചെടിയൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഓപ്പറേഷൻ ഹവേഴ്സ് 7 AM to 11 PM എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഓപ്പൺ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എനിക്കൊന്ന് ബിസിനസ് ഇല്ലാത്തതുകൊണ്ട് പൂട്ടിപ്പോയോന്നറിയില്ല. അകത്ത് ഉപയോഗിച്ച് ക്ലീനാക്കി വെച്ചതായിട്ട് കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, അന്വേഷിച്ചൊക്കെ നമുക്കിത്. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ഇല്ലേ. ഏതായാലും നല്ല അടിപൊളിയായിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഒരു ഷോപ്പാണ്, ഒരു ATM മെഷീനൊക്കെ കാണുന്നുണ്ട്. അതുപോലെ പെട്രോൾ പമ്പും എല്ലാം നല്ല സെറ്റപ്പ് തന്നെ ഇവർ ചെയ്തിട്ടുള്ളത്. ഇതാ ഇവിടെ ഇവിടെയും വലിയ വണ്ടികൾക്ക് അടിക്കാൻ പറ്റും. പിന്നെ തിരക്ക് ഉണ്ടാകുമ്പോൾ ലോറികളൊക്കെ കൂടുതലും ബാക്കിൽ നിന്നത് ഇവിടുന്ന് അടിക്കല്. അത് കാണിച്ചില്ല. ഇവിടെ ഇതെന്താണ്, ഡ്രൈവ് ക്ലീൻ ചാർജ്, ഇലക്ട്രിക് കാർ വെഹിക്കിൾ ചാർജ് ചെയ്യുന്ന സ്ഥലമാണ്. കാറായാലും ഏത് വണ്ടിയായാലും എനിക്ക് പൈസ എടുത്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അണ്ണൻ ATM പൈസ എടുത്തിട്ട് പോകുമെന്ന്. അപ്പോൾ ഫുഡ് പ്ലാസിൻ്റെ എൻട്രി ഇവിടെയാണ് ആക്ച്വലി. വെറുതെ അല്ല അവിടെ ബ്ലോക്ക് ചെയ്തത്. ഇതാണ് ഫുഡ് പ്ലാസിൻ്റെ എൻട്രി. അപ്പോൾ ഭക്ഷണം എനിക്ക് തോന്നുന്നു സ്റ്റെപ്പ് ഇൻസൈഡ്. പക്ഷെ ഇവർ പറഞ്ഞ പ്രകാരം ഇവരെ ബോർഡിൽ കാണിക്കുന്നത് 7 മണി മുതൽ 11 മണി വരെയാണ് ഇവരുടെ. പക്ഷെ ഇപ്പോൾ സമയത്തിലായി. സമയം ഇപ്പോൾ 9:10. പക്ഷെ തുറന്നിട്ട് കാണുന്നില്ലല്ലോ. ഇവിടെ അതിൻ്റെ ഈ വശമായത്. ഓക്കെ, നമുക്ക് അന്വേഷിക്കാം. ഇവിടെ നല്ല ലോണൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു DBS എന്ന് പറഞ്ഞ ബാങ്കിൻ്റെ ATM ഒക്കെ ഉണ്ട് ഇവിടെ.
നമുക്ക് ആ ഇവിടുത്തെ ലേഡി ഇവിടുത്തെ വർക്കറാണ്. അമ്മ ഹോട്ടലില്ല ഇരിക്കാ? എത്ര മണിക്ക്? ഇപ്പൊ 9:10 9:05 അപ്പടിയാ? ഓക്കെ ഓക്കെ. അപ്പോൾ തുറക്കലുണ്ടെന്നാ പറഞ്ഞത്. സംഭവം 9 മണിയാണെന്നാ പറഞ്ഞത്. ഇത് ഇവിടെയും ടോയ്ലറ്റ്സ് ഉണ്ട് വുമൻസിന്. പിന്നെ ഇവിടെ വുമൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ഇപ്പുറം ജെൻസ് ഉണ്ടാവുമല്ലോ. ഇവിടെ മെന്നുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ ഉണ്ട്, ഹാൻഡ് വാഷിന്. ഇവിടെ ഹാൻഡിക്യാപ്ഡ് ആയിരിക്കും, അതായത് വികലാംഗർക്കുള്ള ബാത്റൂം ഉണ്ട് ഇവിടെ. അത്യാവശ്യം എല്ലാ സൗകര്യമുണ്ട്. അണ്ണാപ്പടി വണക്കം, കാലയിൽ വണക്കം. வணக்கம் அண்ணா, எப்படி சோகிமா? അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നമ്മുടെ ഈ പാർക്കിങ്ങിൻ്റെതും റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങൾ. കൃഷ്ണഗിരി ടോൾ പ്ലാസ. അങ്ങനെ നമ്മൾ കൃഷ്ണഗിരി ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട്. ടോൾ പ്ലാസയിൽ നിന്ന് എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി എൻ്റെ ക്യാമറ മെയിനായിട്ട് ഇവിടുന്ന് ക്യാമറ എടുത്തത്. പുള്ളി ഒരു തമിഴ്നാട് പോലീസിലൊരു കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പുള്ളീൻ്റെ വീട് നമ്മുടെ ധർമ്മപുരിയിലേക്കാണ് പുള്ളി എൻ്റെ കൂടെ കയറിയിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഇവിടെ ഇറങ്ങലായി. അപ്പോൾ ഒരു ഹായ് പറയാം. താങ്ക് യു. അങ്ങനെ നമ്മൾ തൊപ്പൂർ ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഘാട്ടാണ്. ടോൾ പ്ലാസ സേലം അടുക്കാറായിട്ടുണ്ട്. ഡ്രൈവർ നമ്മുടെ അണ്ണനെ കിട്ടിയിട്ടുണ്ട്. അണ്ണൻ സേലം നാമക്കലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വണ്ടി ഇവിടെ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ അണ്ണൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നിട്ടിപ്പോ വീട്ടിലേക്ക് പോകുന്ന പൊങ്കലായിട്ട് ലീവിന്. അപ്പൊ നമുക്ക് അണ്ണനെ പരിചയപ്പെടാം. അണ്ണന്റെ പേരെന്താണ്? സുധാകരൻ. அந்த வண்டி தான் போவா இல்ல வேற வண்டி போமா? வேற வண்டி போனா அந்த வண்டி முடிச்சாச்சா? முடிஞ்சா போக மாட்டேன். என்ன பிரச்சனை? அது டிரைவர் நமக்கு ஆக மாட்டேங்குது. அந்த டிரைவரா? ஆமா. அந்த டிரைவர் எந்த ஊரு? அந்த சங்ககிரி ஆளா? ஆமா. என்னால வந்து 2 டிரைவர் தான் செட் ஆக மாட்டேங்குது. அப்படியா? அவர் வந்து 5-6 வருஷம் பழக்கம் வண்டியில. அந்த ஆளு நான் இப்பதான் இடையில வந்து ஒரு வருஷம் தான் ஆகுது. நீங்க எந்த வண்டி ஓட்டுற? நான் வந்து முன்னாடி இந்த வண்டியை ஓட்டினேன், சின்ன வண்டியா? ஆமா, டீச்சர். இப்ப எந்த வண்டி ஓட்டுற? இப்ப வண்டி ஓட்டுறது வண்டி 12 வீல் வண்டியா? ஆமா, பாடி வண்டியா? அப்படியா? என்ன லோடு எங்கேருந்து ஏற்றி வந்தது? ரோடு ஏற்றி வந்தது நம்ம கோயம்புத்தூர் தான். எங்கே போகிற? பெங்களூர் போகிறோம். என்ன ரோடு? அது இந்த கம்பி ராடு மாரி வரும். ரோடா? ராடு. அப்படியா? ஓகே. இனி எப்போ திரும்பி வண்டியில் ஏறும்? வேற வண்டி? நான் வண்டி கிடைச்சா ஏறும். ஆமாம், இல்லைன்னா என்ன பண்ணும்? வீட்டுக்கு போய் வேலை இருந்தால் செய்வேன். அப்படியா? வேற வேலை தெரியுமா? விவசாயம் இருக்கா? விவசாயம் இருக்குது. விவசாயம் பண்ணுவோம். விவசாயம் இருக்குது. பால் வண்டியா? அப்படியா? நம்ம அது கேன் வச்சு வீட்டுக்கு ஹவுஸ். அப்படியா? பால் விவசாயா? பால் வண்டி வீட்டுக்கு போய் கேன் எடுத்து போய் மொத்தமா இறக்கட்டு. பசு இருக்கா? பசு மாடு இருக்குது. 2 ആട്, 1 മാട്, 1 കോഴി. തൊപ്പൂർ ഘാട്ട് ഏകദേശം സ്റ്റാർട്ട് ആവാനായി. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇവിടെ ഡിവൈഡറൊക്കെ വെച്ച് ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സേലം 47, മേട്ടൂർ 46, ഡിണ്ടിഗൽ 229, കൊച്ചി 424 കിലോമീറ്റർ കൊച്ചിയിലേക്ക് ഇപ്പൊ നമുക്ക് വിടുന്നുണ്ട്. തൊപ്പൂർ റിസർവ് ഫോറസ്റ്റ്. അവരാ ലോറിയിൽ മുന്നിലെ ലോറിനോട്
എത്ര എയർ ഉണ്ട് ടാങ്കിൽ എന്ന് ചോദിക്കുക. അതിന്റെ ഫുള്ളാങ്കിൽ അവരുണ്ട്. आराम से जाओ. आइटम पढ़ना ये नाम बता रहे. നമ്മളിത് ഓക്കെ ആയി. നമുക്ക് ഓൾറെഡി അവർ സ്ലോ ആയ സമയത്ത് നമ്മുടെ ടാങ്ക് ഫുൾ ആയതുകൊണ്ട് അവർ നമ്മുടെയും കടത്തി വിട്ടു. ആ വണ്ടീൻ്റെ പുറത്താണ് ഒരുപാട് ഇതിലുള്ള അയ്യപ്പിൻ്റെ സാധനങ്ങൾ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു പോകുന്ന കേസാണ്. ഇവിടെ 30 സ്പീഡാണ് മാക്സിമം സ്പീഡ്. 30. ഒരുപാട് ആക്സിഡന്റ് ഇവിടെ നടന്നിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് ഇവർ അത്രയും കെയർ ചെയ്യുന്നത് ഇവിടെ ഈ വളവുകളും ഈ ഇറക്കവും. സ്ലോ ഒരുപാട് ഫോട്ടോസ് ഇത് ആക്സിഡന്റ് ആയത് നാറായിട്ട് ലോറിയായിട്ടും മറിഞ്ഞത് എല്ലാം ഉണ്ട്. ഫോട്ടോസ് ഡ്രൈവർമാരെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട്. ആകെ 1 കിലോമീറ്ററേ ഉള്ളൂ ഈ ദൂരം. പക്ഷേ ആ 1 കിലോമീറ്റർ വളരെ ഡേഞ്ചറാണ്. അതാ പ്രശ്നം. ഇത് കുറച്ച് ഡേഞ്ചറുള്ള സ്ഥലമാണ്. ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ്. ഒരു എക്സ്കവേറ്റർ അതാ ട്രെയിലറിൽ കൊണ്ടുപോകുന്നത്. അതിന് എക്സ്പോർട്ടാണെന്ന് തോന്നുന്നു വണ്ടി പോകുന്നത്. നാഷണൽ ഹൈവേന് വേണ്ടി എക്സ്പോർട്ട് പോകുന്നതാണോ അല്ല അവരെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ അറിയില്ല. ഇവിടുന്ന് അധികം താഴേക്ക് വണ്ടി പോകാറുണ്ട്. ഈ പാലത്തിന് മുന്നേ തുക്കൂരിന്റെ ഭംഗിയായത്. തുക്കൂർ മലനിരകൾ 2 മലനിരക്ക്. ഒന്ന് സിന്നതിരിക്ക്, അതിന് പിന്നാടി പെരുസിരിക്ക്. സൂപ്പറാ. தண்ணி നമുക്ക് அந்த റൂട്ട് പോവാം. തേനിയാ தண்ணி கூட்டம் தனி கூட்டம். இது இருக்கா ஹில்ஸ் இருக்கா? நம்ம அந்த பார்க்கலாம். നമുക്ക് இந்த മാറ്റി அந்த റൂട്ട് പോവാം. ഓക്കെ. പാലക്കാട് റോഡ് அந்த റൂട്ട് പോവാം. നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകാൻ പോകുന്നത്. ഇതുവരെ അതുവഴി പോയിട്ടില്ല. അണ്ണന് റൂട്ട് അറിയാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഇവിടെ പോവാം. ഓക്കെ അണ്ണാ. ഇവിടെ നമ്മൾ റൈറ്റ് എടുക്കാം. ഈ റൂട്ടിലാണ് മേട്ടൂർ 40 കിലോമീറ്റർ, ഭവാനി 80, മാതേശ്വരൻ ഹിൽസ് 90 കിലോമീറ്റർ. നമ്മ ഹിൽസ് താണ്ടി പോണ ஹில்ஸ் நமக்கு அது மாதேஸ்வரன் கோயில் இருக்குல்ல, அது நம்ம போக தேவையில்ல. அது வந்து கர்நாடகா பாரு, நம்ம தமிழ்நாட்டுக்குள்ள தான் போயிடும். அது கொஞ்சம் ரோடு மோசம். இந்த மாதிரி மோசம் இருக்காங்க. இந்த மோசம் இல்லை, கொஞ்சம் தான் ബൈപ്പാസ് പോത്താச்சு. പോട്ടാച്ചാ അതാ പോത്താச்சு. തൊപ്പൂരിന്ന് വലത്തോട്ട് കയറിയിട്ട് നമ്മള് നേരെ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. സേലം പോവാതെ നമ്മള് മേട്ടൂര് വഴി മേട്ടൂര് വഴി നമ്മൾ കോയമ്പത്തൂരേക്ക് പോവാണ്. അപ്പോൾ നമ്മൾക്ക് ഓമല്ലൂർ ടോളും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ശങ്കഗിരി ടോളുണ്ടാ വേണ്ട അല്ലേ? അതും தேவையில்லை അല്ലേ? கோயம்புத்தூர் பெருந்துறை டோல் கொடுக்கணும். தேவை இருக்கா? அந்த பெருந்துறை டோல் கொடுக்கணும். நம்ம കരിമത്താമ്പട്ടി കൊടുക്കണം. കരിമത്താമ്പട്ടി. അപ്പൊ നമുക്ക് 2 ടോൾ ലാഭം. ഈ റോഡിൽ പോകുമ്പോൾ 2 ടോൾ ലാഭിക്കാം. റോഡും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അണ്ണൻ പറയുന്നത് ഇവിടുന്ന് പോകും കുറച്ച് കഴിഞ്ഞാൽ നല്ല ബൈപ്പാസ് റോഡ് കിട്ടുന്ന പറയുന്നത്. ഞാൻ ഇതുവരെ ഈ റൂട്ടിൽ പോയിട്ടില്ല. ഇനിയിപ്പോൾ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നല്ലതാണെങ്കിൽ നമുക്ക് ഇനി എപ്പോഴും ഈ റൂട്ടിൽ പോവാം. എന്നാൽ പിന്നെ ഒന്നുമില്ലെങ്കിൽ ഒരു ടോളിന് ഏകദേശം ഈ വണ്ടിക്ക് 10 വണ്ടിക്ക് നമുക്ക് 500 രൂപയോളം അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഒരു ടോളിന് ഏകദേശം 400 സംതിങ് ആകുമ്പോൾ അതിനെന്തോ ചാർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ആ പൈസ നമ്മുടെ കമ്പനിക്ക് അത്ര ലാഭമായി കിട്ടുമല്ലോ. പിന്നെ നമുക്കൊരു പുതിയ റൂട്ടിലേക്ക് ഒരു പരിചയമാവുമല്ലോ. നോക്കാം ഈ ഒരു പ്രാവശ്യം പോയിട്ട് എന്താ അവസ്ഥ. റോഡ് കുഴപ്പമൊന്നുമില്ല. കുറേ ആൾക്കാർ പറയലുണ്ട് ഇതുവഴി പോകാറുണ്ടെന്നല്ലോ. അപ്പോൾ നോക്കാം.
கண்டெய்னர் வண்டியோட ஹைட் அண்ணா கண்டெய்னர் ஹைட் மேல மரம் இருக்கா? மரம் அடிக்குமா? இல்ல அடிக்காது. அண்ணா கேரண்டியா? கன்ஃபார்ம் கேரண்டி. கன்ஃபார்ம் அண்ணே 100% கேரண்டி. 100% கேரண்டி. அப்படியா? ஆமா. ഓക്കെ സൈറ്റ് ഒരു ടച്ച് ഒന്നും ടച്ച് ആവില്ല. ഓക്കെ കണ്ടെയ്നർ വണ്ടി ഒന്നും പാക്കുന്നില്ലല്ലോ വരുന്നത്. പക്ഷെ കണ്ടെയ്നർ വണ്ടി അതുവഴി വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു കണ്ടെയ്നർ ഡ്രൈവർമാര്. നമ്മൾ ഈ ടോൾ റോഡ് പോകുന്നതുകൊണ്ട് ഇതുവഴി വന്നിട്ടില്ല. അധികം രാത്രി പാസ്സാവുന്നതുകൊണ്ട് ഇതുവഴി നമ്മളിത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതുവഴി വന്നിട്ടില്ല. വാഹനങ്ങളൊക്കെ കുറവാണ്, ലോറികളൊക്കെ പോകുന്നുണ്ട്. ഏതായാലും നോക്കാം, നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആവുമല്ലോ. റൂട്ടൊക്കെ നല്ല അടിപൊളി. നമ്മൾ പിന്നത്തെ വീഡിയോയിൽ കണ്ട പോലെ, ഇന്നത്തെ വീഡിയോയിൽ കണ്ട പോലെ ഈ ഹൈദരാബാദിൽ നിന്ന് നമ്മൾ റിംഗ് റോഡ് പോകുമ്പോൾ ആ റോഡിൽ ഇതുപോലെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള. ഒരുപാട് പുളിമരങ്ങളാണ് റോഡ് സൈഡിൽ വെച്ച്. പുളി ഉണ്ടല്ലോ അണ്ണാ, പുളി നിറയെ പുളി ഇരിക്ക്. നല്ല അടിപൊളി റോഡുണ്ടാ. റോഡ് മീൻസ് നല്ല മരങ്ങളെല്ലാം പോയിട്ട് നല്ല ഇരിക്ക്. റോഡും കുഴപ്പമില്ല, നല്ല ദൂരെയാണെങ്കിലും നല്ല വീതിയുണ്ട്. എന്നാണ് இந்த மலம் இளைய மலம் இங்க தொக்குல இருந்து ஸ்டார்டிங் நம்ம பவானி சாகர். பவானி சாகரா? ஆமா, பவானி. அது வரைக்கும் ஃபுல்லாவே இதுதான் மரங்களா? மரம் தான், இதே மரம் தான். அப்படியா? இதே அப்போ இதே சேம். இதே சேமா? இதே சேம் தான் லாஸ்ட் பவானி வரைக்கும். அப்படியா? ஆமா. ஒன்லி நோ டச்சிங். ഒന്നും ടച്ച് ആവില്ല. ഒന്നും ടച്ച് ആവാതെ 100% കൺഫേം. ഓക്കെ അണ്ണാ, അത് പോതും. இதோ ஹைட் பாடி இங்க கம்பெனி இருக்குது, அங்க கம்பெனி வருதுல்ல. ரெண்டு கம்பெனி இரும்பு கம்பெனி. ஓகே, വലിയൂർ കോട്ടൈ. ഒരു ട്രെയിലർ വരുന്നുണ്ട്, ഹൈറ്റ് കുഴപ്പമില്ല. നമ്മുടെ ഗ്യാസിൻ്റെ പോലത്തെ ട്രെയിലർ വരുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ അതും നമ്മളെ വണ്ടീൻ്റെ ഏകദേശം ഹൈറ്റിലാന്ന് തോന്നുന്നുണ്ട്. അത്രയില്ലെങ്കിലും കണ്ടെയ്നർ വണ്ടി വന്നാൽ നമുക്ക് സമാധാനമുണ്ട്. ഇതും ഹൈറ്റില്ല, അത്യാവശ്യം ഹൈറ്റുള്ള ലോറി തന്നെയാണ് വരുന്നത്. കവിത ട്രാൻസ്പോർട്ട്. റെട്യൂർ, ചെൻറായ റെട്യൂർ അല്ല എന്നാ തമിഴില് ചെൻറായ സിനിമ. இந்த வண்டி போச்சுல, அந்த ஒரு நாளைக்கு 50 வண்டி பாசிங் ஆகும். பாசிங் ஆகும் அല്ലേ? ஆமா. அப்படியா? எங்க கம்பெனி இது நீங்க லீவு പൊങ്കൽ, அதனால கொஞ்சம் வண்டி இங்கெல்லாம் വണ്ടി കമ്മി. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് പോകണം. അതായത് കോയമ്പത്തൂർ 158, ഈറോഡ് 62, എടപ്പാടി 30. അണ്ണാ നേരെ പോകുന്ന റോഡ് എങ്കെ? ഇത് வந்து டேம். എങ്കെ? மேட்டூர் டேம். ഓ ഡാമാ. മേട്ടൂർ ഡാമിലേക്ക് പോകുന്ന റോഡാണ് അങ്ങോട്ടേക്ക് വലത്തോട്ട് കണ്ടത്. ഇത് നമ്മൾ കോയമ്പത്തൂർ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങിയ. ഇത് മേട്ടൂർ ടൗണ് ഔട്ടർ ബൈപ്പാസ് എന്നാണ് അണ്ണൻ പറയുന്നത്. അല്ല ഇത് ഏത് ബൈപ്പാസാ? இது பைபாஸ் ரைட்டா. ஸ்ட்ரைட் பைபாஸ். இது ரைட் போனா டவுன் உள்ள சிட்டி. ஓ சிட்டியா? ஆமா, உள்ள. ஏது டவுன்? மேட்டூர் டவுனா? மேட்டூர் டவுன் உள்ள சிட்டி. இந்த ரைட்டா? நம்ம ஸ்ட்ரைட்டா ஒரே ரோட். நம்ம ஸ்ட்ரைட் இந்த ரைட் போயாலே மேட்டூர் டவுன். ஆமா, ரைட்டே வந்து டவுன். ஓ மேட்டூர் டவுன் இந்த ரைட்ல. നമുക്ക് സ്ട്രൈറ്റ് പോകണം ബൈപ്പാസ്. அங்கே உள்ள பெரிய டவுன் பெருசா இல்ல சின்னதா? சின்னதல்ல. அல்ல வண்டி இல்ல, டவுன் எப்படி சின்னதா பெருசா? கொஞ்சம் சின்னதா. அப்படியா? கரண்ட் ഉണ്ടാക്കുന്ന സ്ഥലം അത്? அங்கதான் இது ஆகுது. அந்த ஃபேக்டரியா? ஃபேக்டரி. சாம்பல் சிமெண்ட் அது அங்கதான் ஒரு இதாகுது. அப்படியா? மேட்டூர் பெரிய டேம். ഓ அப்படியா? ഡാമിന് കറണ്ട് ഉണ്ടാക്കുന്നില്ലേ അല്ലേ? ഡാമിനാ ഇത് അനൽ മിനി നിലയം. അங்கേന്ന് വെള്ളം തണ്ണീരാക്കിട്ട് ഇങ്ങനെ தண்ணி வந்து ரைஸ் இது. தண்ணி ரைஸ் இது. இது லெஃப்ட் வந்து அனல் மின் நிலையம். சாம்பல் சிமெண்ட் எல்லாமே இங்கிருந்து வெளியே போகுது. அப்படியா? ஆமா. ஆல் ரவுண்டு தமிழ்நாடு, கர்நாடகா, ஆந்திரா, கோயம்புத்தூர் ஆல்ரெடி இங்கிருந்து எல்லாம் வெளியே போகுது. சாம்பல் வெளியே போகுதுல்ல? சாம்பல் சிமெண்ட். அப்போ அந்த சிமெண்ட் மண்ணு எந்த மண்ணு?
സുണ്ണാമ്പ് ഓ സുണ്ണാമ്പാ ആ. സുണ്ണാമ്പ് എന്താ ഇതിലല്ലേ ഉച്ചൂടി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഉണ്ടാക്കുന്നത് இந்த மூணுமே இங்கிருந்து ரவுண்டிக்கு போகுது പോകുന്നുണ്ടല്ലേ ഓക്കെ ഓക്കെ പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റൂല അപ്പോൾ നമ്മളിവിടെ വണ്ടി ഈ റോഡിൽ നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അണ്ണൻ എനിക്ക് കാണിച്ചു തന്ന ഡാം അപ്പോൾ അതാ ഡാം തുറന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ എല്ലാം വെള്ളം വരുന്ന പറയുന്നത് ഈ സ്ഥലത്തേക്ക് കൂടെ വെള്ളം ഒഴുകുക ഈ പാറ പോലത്തെ സ്ഥലത്തേക്ക് കൂടെ ഒഴുകിപ്പോയിട്ട് അങ്ങ് നമുക്കൊരു പാലം കാണാൻ പറ്റുന്നതായിരിക്കുന്നത് എനിക്കിവിടെ കാണാം ഇതിൽ അങ്ങനത്തെ ഒരു പാലം അതുവഴിയാണ് വെള്ളം ഒഴുകി പോകുന്നത് அந்த மலைக்கு அந்த பக்கம் ലേഡീസിന് ഫ്രീ ആണ് ആ ബസ്സിൽ പിങ്ക് കളറിൽ കാണുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ലേഡീസിന് ഫുൾ ഫ്രീ ആണ് പക്ഷെ അത് ഹൈദരാബാദിലൊക്കെ എന്ന് വെച്ചാൽ ഫ്രീ ഹൈദരാബാദിലെ ആധാർ കാർഡ് കാണിച്ചു കൊടുക്കണം അവിടുത്തെ അഡ്രസ്സുള്ളവർക്ക് മാത്രമേ പറ്റൂ അല്ലാത്തവർക്ക് പൈസ കൊടുക്കണം അപ്പൊ അണ്ണന് നല്ല വിശപ്പാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ പിന്നെ നമ്മുടെ തക്കാളി സാദം ടൊമാറ്റോ റൈസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അണ്ണൻ പറഞ്ഞു ഓക്കെ കഴിക്കാൻ കുഴപ്പമില്ല അപ്പൊ പ്ലേറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അണ്ണന് കുക്കറിൽ തന്നെ അണ്ണൻ അതാണ് പളക്കെന്നാ പറയുന്നത് അപ്പം അതിൽ തന്നെ അണ്ണ കഴിക്കുന്ന പറയുന്നത് അണ്ണ എപ്പടി ഇരിക്ക് ടേസ്റ്റ് ഉണ്ടാ டேஸ்ட் உண்டு ஆ. கஞ்சி கம்மி ഉപ്പ് കമ്മിയല്ലേ ആ അത് എനിക്ക് തരും ഉപ്പ് വേണമാ കൊഞ്ചം ഇരിക്ക് ഞാൻ തരാം ഇപ്പൊ തരാം. അപ്പൊ അണ്ണന് അച്ചാറും കൊടുത്തിട്ടുണ്ട് സ്പൂൺ വേണമാ അച്ചാർക്ക് അണ്ണ ഹാപ്പി ആയി അല്ലേ அது ഹാപ്പി ആയി അല്ലേ ഓക്കെ 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 അണ്ണ ആകാശമെല്ലാം മൊത്തം മേഘം കൊണ്ട് നിറഞ്ഞിട്ട് ഇങ്ങനെ സൂര്യപ്രകാശം കൊണ്ട് വരുന്നില്ല ശരിക്കും കിട്ടുന്നത് മുടിക്കെട്ടിയ കാലാവസ്ഥ ഇവിടെ ഏതോ ഫാക്ടറി ഇതല്ലേ അണ്ണൻ പറഞ്ഞ இதுதான் ஃபேக்டரி സിമെന്റ് ഫാക്ടറിയാ சிமெண்ட் ஃபேக்டரி ആ இது பேர் வந்து அனல் மீன் நிலையம் എന്താണ് கரண்ட் ஃபயர் ഓ കറണ്ട് ഫയർ அனல் மீன் நிலையம் ഓക്കെ இங்க போர்டு இது போட்டுப்பாங்க ഓടിരിക്കാ போர்டு இது மெயின் கேட் இது മെയിൻ ഗേറ്റ് എങ്കിൽ இது கொடுப்பாங்க வண்டிக்கு ഓ വണ്ടിക്ക് അപ്പുറമാ ഓക്കെ பார்க்கலாம் தமிழ்நாடு போலீஸ் செக்யூரிட்டி ആ ஃபுல் செக்யூரிட்டிக்கு ഫുൾ സെക്യൂരിറ്റിയാ ഗവൺമെന്റാ கவர்மெண்ட் ഗവൺമെന്റ് സ്ഥാപനം അല്ലേ ആ ഇംഗ്ലീഷിൽ ബോർഡിൽ ഞാൻ കണ്ടു ഇപ്പൊ തെർമൽ പവർ പ്ലാന്റ് എന്നാണ് കണ്ടത് തമിഴ് എണ്ണം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഇതാ മേട്ടൂർ തെർമൽ പവർ പ്ലാന്റ് പോലീസ് എല്ലാം തമിഴ്നാട് പോലീസും ആമാ, സെക്യൂരിറ്റി എല്ലാം ഇവിടെ ഉണ്ട് മേട്ടൂർ വലത്തോട്ടേക്ക് 5 ഈറോഡ് വലത്തോട്ടേക്ക് 5 58 நம்ம ரைட்டு നമുക്ക് എപ്പടി പോകണം நம்ம ரைட்டு റൈറ്റ് പോകണം ஆமா. ഈറോഡ് അല്ലേ ஈரோடு ரைட்டு போனா ஈரோடு நம்ம ഈറോഡ് நம்ம ஈரோடு போக தேவையில்ல பைபாஸ் இது ആ ஈரோடு போக தேவை நம்ம பைபாஸ் போகணும் സ്ട്രൈറ്റ് പോയാൽ சைடே போனா കൂലമ്പട്ടി എടപ്പാടി. തിരുവമ്പാട് എടപ്പാടി எடப்பாடி നമ്മുടെ പഴയ முதலமைச்சர் ചീഫ് எடப்பாடி. മിനിസ്റ്റർ ஆ. ആര് നമ്മുടെ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ സ്ഥലം എടപ്പാടി പളനിസ്വാമി അല്ലേ ம். ஓகே. எடப்பாடி பழனிசாமி ഓക്കെ ഇതെന്നാ ഡാം എടുക്കെങ്കിൽ ഇത് ഡാമില്ലല്ലേ இது டேம்பிள் ரைட் சைடு റൈറ്റ് സൈഡ് ഡാം അല്ലേ அந்த பாலம் தூர பாலம் இல்லை പാലം ഓക്കെ ഓക്കെ DMK കൊടിയാ டிமேகே തോട്ടിൽപ്പട്ടി DMK കൊടിയുണ്ട് ഇവിടെ DMK സ്റ്റാലിൻ അല്ലേ ஆமாம் அவங்க ஏரியா DMK ഏരിയ അല്ലേ ഇത് இது திருச்சி ആ விழுப்புரம் ആ திண்டிவனம் അതെല്ലാം DMK ഏരിയ ஃபுல் ஆமாம் ஃபுல் மெஜாரிட்டி ഓക്കെ ഓക്കെ இந்த பாலம் வந்து ആ பிரிங்கி என்னன்னா பிரிங்கி இது மாதிரி ആ ഓ സ്പ്രിംഗ് ആ ஆமா அந்த போலாம் அந்த பாலம் സ്പ്രിംഗ് ആ பிரிங்கி போலாம் ഓക്കെ 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 നമുക്ക് പാക്കലാം അണ്ണൻ പറയുന്നത് അടുത്ത പാലം സ്പ്രിംഗിലാണ് ഉള്ളതെന്നാ പറയുന്നത് അപ്പൊ സ്പ്രിംഗ് ആക്ഷൻ ഉണ്ടാവും നമുക്ക് വിചാരിക്കാം അല്ലേ സ്പ്രിംഗ് ആക്ഷൻ ഉണ്ടാവില്ല பிரிங்கி நம்ம இது வாக்கிங் போனோம் வச்சுங்க ആ அங்க
அந்த சைடு வாங்கி போனா நேற்று மாதிரி வண்டி எல்லாம் வந்து வச்சுக்க அப்படியே வந்து கெடுக்கும். ஓ அப்படியா? ஆமா, இந்த சைடுல வந்து இதுல சைடு நம்ம போய் நடந்து போனா நேற்று மாதிரி வண்டி எல்லாம் വന്നാ പിരിക്ക് வந்து ടെമ്പും. ഓക്കെ ഓക്കെ. ഈ പാലം അതല്ലേ നല്ല ഡാമാ? ഡാമാങ്ക് അല്ലേ? സൂപ്പറായിട്ടുണ്ട് കേട്ടോ പാലം. പാലവും ഇവിടുത്തെ സ്ഥലവും. മേട്ടൂർ ഡാമിൻ്റെ അടുത്തുള്ള പാലായത്. അതിലേക്ക് ആൾക്കാരൊക്കെ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി അവിടെ സ്റ്റെപ്പുണ്ട്. ഇതാ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും അങ്ങ് മലകളും ഇതിലായിട്ട്. മേട്ടൂർ ഡാം ഇപ്പോൾ കാണിച്ചതേ. ഈ മലകളൊക്കെ കണ്ടു തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മേട്ടൂർ ഡാം കാണാൻ പറ്റും. അതാ നേരെ കാണുന്നതാണ് മേട്ടൂർ ഡാം. അവിടെ അതാണ് മേട്ടൂർ ഡാം. മേട്ടൂർ ഡാമിൻ്റെ ഭംഗി സൂപ്പറായിട്ടുണ്ട്. അവിടെയും കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാക്കിയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പെല്ലാം ഉണ്ട് അവിടെ. என்னண்ணா என்ன சொல்லி 17 ഷട്ടറാ? 17 ഷട്ടറാ മേട്ടൂർ ഡാമിനുള്ളത്? ഓക്കെ ഓക്കെ. അണ്ണൻ ഇപ്പം എനിക്കൊരു ഗൈഡ് മാതിരിയായി. ഇവിടെ ഈ അണ്ണനെ കൂട്ടിയോണ്ട് ഏതായാലും എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഈ റൂട്ടിൽ വരാൻ പറ്റി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണാത്ത ആൾക്കാർക്കൊക്കെ ഇത് കാണാൻ പറ്റി അല്ലേ അണ്ണാ? 17 ഷട്ടർ ഉണ്ടല്ലേ? ഓക്കെ. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നല്ല സൗകര്യമുണ്ട് ഇവിടെ. പാലത്തിനങ്ങ് സൗകര്യമുണ്ട്. നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ തമിഴ്നാട് പിങ്ക് ബസ് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അണ്ണൻ പറയുന്നത് ഇത് കാവേരി ആറ് എന്നാ പറയുന്നത്. കാവേരി പുഴ അല്ലേ? കാവേരി ഗംഗയാറ് மொத்தம் மூணும் போய் நம்ம பவானி சாகர் பவானி அங்க போய் டச் ஆகும். அப்படியா? அந்த பிரிட்ஜ் மேல நம்ம ஏறி போவோம். பவானில? ஆமா, நம்ம பவானி தான் தாண்டி போவோம். நம்ம கோயம்புத்தூருக்கு அந்த பவானி தாண்டி தான் போகணும். அந்த ஆத்து தாண்டி நம்ம போக முடியும். ஓகே. அப்ப நம்ம இங்கேருந்து எப்படி போனோம்? இங்க போய் நம்ம சிக்னல் இருந்து லெஃப்ட் போனோம். ஆமா. சிக்னலா இல்ல இந்த ஜங்ஷன் தான்? ஜங்ஷன். அந்த ലോറി ലെഫ്റ്റ് പോട്ട് இருக்கு அந்த மாதிரி അല്ലേ? ഭവാനി 39, മേട്ടൂർ ഡാം റൈറ്റ് 3 കിലോമീറ്റർ, മഹേശ്വരം ഹിൽസ് 45. വലിയ ഹിൽസ് ആണ്. ആരെങ്കിലും മഹേശ്വരം ഹിൽസിലൊക്കെ വന്നാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ. ഈ റൗണ്ട് അബൌട്ട് നമുക്ക് ലെഫ്റ്റാ പോകേണ്ടത് ഭവാനിയിലേക്ക്. റൈറ്റിലേക്ക് പോകേണ്ടത് മഹേശ്വരം ഹിൽസും പിന്നെ മേട്ടൂർ ഡാമിലേക്കും. இந்த டவுனுக்கு பேர் என்னன்னா? மேட்டூர். இது மேட்டூர் ஆர்எஸ்ஆ? மேட்டூர் ஆர்எஸ்னா ஆர்எஸ் அല്ലേ? நம்ம இந்த டேங்க் ஆடி இருக்குது. பல்கர் இது ஃபேமஸ். இங்க மட்டும் ஃபேமஸ் என்ன? இந்த வண்டி. வண்டியா? ബൾക്കർ വണ്ടി അല്ലേ? ബൾക്കർ വണ്ടി ഇങ്ങ ഫേമസ്. മേട്ടൂർ ഫേമസാ? அந்த സിമെന്റ് ഫാക്ടറിയിലുണ്ടാ? സിമെന്റ് ഫാക്ടറി. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ മേട്ടൂരിലേക്ക് കൂടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മേട്ടൂർ നമ്മളിപ്പോൾ കടന്നു. അണ്ണൻ പറഞ്ഞത് ഈ മലൻ്റെ അപ്പുറം, അതായത് കർണാടക സൈഡാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഈ ഭാഗത്ത്, അതായത് ലെഫ്റ്റ് സൈഡ് ഭാഗത്ത് വരുന്നത് സത്യമംഗലം ഭാഗമാണ്. നമ്മുടെ വീരപ്പൻ്റെ ആ ഏരിയ ആണ്. അപ്പം നമ്മുടെ മഹേശ്വരം കണ്ടില്ലേ, ആ റോഡ്, മഹേശ്വരം നമ്മളുടെ റോഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടത്തേക്ക് ഈ ഭാഗത്തേക്ക് വരാമെന്നാണ് പറയുന്നത്. ലോറിയൊക്കെ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നേരെ കർണാടകയിലേക്ക് ഒരുപാട് ലോറിയൊക്കെ കയറി
ഈ വഴി അടിപൊളി വഴിയാ, സൂപ്പർ വഴി. ഇത് വരാതിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടാവുമായിരുന്നു. മേട്ടൂർ റോഡായത്. മേട്ടൂരിൽ നിന്ന് ഭവാനിയിലേക്ക് പോകുന്ന റോഡ്. മേട്ടൂരിൽ റോഡും കുഴപ്പമില്ല, നല്ല റോഡാ. 2 വേ ഉള്ളൂ, പക്ഷേ സൂപ്പർ റോഡ്. കാണുമ്പോൾ തന്നെ ഒരു സമാധാനം. നല്ല പുളിമരത്തിന്റെ താഴെ കൂടി തണലിലേക്ക് കൂടി ഇങ്ങനെ പോകുന്നത്. അതുപോലെ സൈഡിൽ മരങ്ങളും ഉണ്ട്, അതുപോലെ മലകളും ഉണ്ട് പിറകിൽ. നല്ലൊരു ഫീലിംഗ് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ. ഓരോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആവിൻ മിൽക്ക്, നമ്മുടെ നാട്ടിലെ മിൽമ പോലത്തെ കടയിലേക്ക് പോവാണ്. നമ്മളെ വണ്ടി അവിടെ പെട്രോൾ പമ്പിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല സൗകര്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവിടെയുണ്ടൊരു ചായപ്പീടിയ, നിവേദ ബേക്സ് ആൻഡ് കേക്ക്സ് ടീ കോഫി. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ മിൽമ പോലെ ഇവിടുത്തെ തമിഴ്നാടിൻ്റെ ആവിൻ എന്ന് പറയും, ആവിൻ കടയിൽ. അപ്പം ഞാനൊരു മുട്ട പോണ്ടല്ലേ ഓക്കെ എന്നെ പണ്ടെന്ന് പെപ്പറാ? ഓക്കെ. അപ്പം അമ്മ പറഞ്ഞ് നമുക്ക് പെപ്പർ പോടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അണ്ണൻ ഒരു മുട്ട ബജി വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് മുളകെല്ലാം ഇട്ടിട്ട് അമ്മ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ 2 ടീ വന്നിട്ടുണ്ട്. അണ്ണ എങ്കിൽ ഇരിക്കാമല്ലോ, നമുക്ക് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ബോണ്ടിയും ചായയും വന്നിട്ടുണ്ട്. ചായ സ്റ്റീൽ ഗ്ലാസ്സിൽ നല്ല. അപ്പോൾ അണ്ണനൊരു ബജിയും പിന്നെ ചായ. 2 ബജിയാണ്. 2 ബജിയാ? ഓക്കെ. അണ്ണ ഇപ്പോൾ അവിടെ നിന്നിട്ടുണ്ട്. ഒരു ബജി വിശപ്പോണ്ട് കഴിച്ചെന്ന് തോന്നുന്നുണ്ട്. അണ്ണ നല്ല പസിയുണ്ട്. ഇപ്പൊ പസീർക്കണ്ണാ? പസിയില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരാളെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പേരെന്താണ്? എന്നാണ്? ദിനേശ് അല്ലേ? എന്താ ഊര്? ഓ, മേട്ടൂരാ? എന്നെ വർക്ക് പண்ற? ഫൈനാൻസ്. എങ്കെ? മേട്ടൂര്. വീട് എങ്കെ? ഓ, മേട്ടൂരാ. അപ്പൊ ഇപ്പൊ എങ്കെ? ഓ, കളക്ഷൻ വന്നതാ. അപ്പൊ ഇവര് ഇങ്ങനെ നമ്മളെ ചോദിച്ചെന്താ സംഭവം വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ അത് യൂട്യൂബില് കൊടുക്ക. ഓ, മാനേജർ അവിടെ ഉണ്ടാ? ഓക്കെ. അപ്പൊ മാനേജർ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട് ദിനേശ് അല്ലേ? ദിനേശ് പറഞ്ഞേ. ഇവർ പേരെന്താ? സമ്പത്ത് അല്ലേ? ഓക്കെ. എവിടെ വീട്? എവിടെയാ? ഓ, ഈറോഡ്. ഇത് ഈറോഡാ? ഡിസ്ട്രിക്ട് അല്ലേ? എന്താ കമ്പനിയാ? സായ്മുത്ത മൈക്രോ ഫിനാൻസ് അല്ലേ? ഓക്കെ അണ്ണ, താങ്ക് യു. അപ്പൊ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്നത് ഭവാനി ഭാഗത്തുനിന്ന് മേട്ടൂരേക്ക് പോകുന്ന വഴിക്കാന്നുള്ളത്. നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ല തെങ്ങും തോപ്പൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ സൈഡിലായിട്ടാണ് ഇവർ ഈ കട. ആവിൻ പാലകം, അതാണ് ഇതിന്റെ തമിഴിൽ എഴുതിയിട്ടുള്ള പേര്. റൈറ്റ് സൈഡിലും ഉണ്ട് നിവേദ എന്നിട്ടൊരു എല്ലായിടത്തും. അപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെയുള്ള എന്താ പേരെന്താ ചേട്ടന്റെ? വേലു. എന്താ ഊര്? ചിന്നപ്പേട്ട. നീങ്ക? പവിത്ര. ചിന്നപ്പേട്ട. ഇങ്ങ വേല പാക്കുന്നതാ? അപ്പൊ ഓണർ യാര്? ഓ, செந்தில் அவரா? ஓகே. அது ஓனரா? அவர் பொண்டாட்டியா? அப்படியா? ഓ, അണ്ണൻ വൈഫ് അല്ലേ? ഓക്കെ. നല്ല അടിപൊളി സ്ഥലം, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. നല്ല ഇருக்கு, ഫുഡെല്ലാം നല്ല ഇருக்கு, ടേസ്റ്റ് ഇருக்கு. നാളേക്ക് കട വരും. ഞാൻ ஏற்கனவே சொல்லியிருக்கு. இது இந்த பவானின்னு மேட்டூர் போற ரூட்ல லெஃப்ட் சைடுல இந்த பெட்ரோல் பங்க் பாக்கும் அந்த சைடுல தான் இருக்கு. 1 கிலோமீட்டர். என்ன சார்? நெருஞ்சிப்பேட்டை அடுத்து 1 கிலோமீட்டருங்க. அப்படியா? ഓ, ചിന്ന പൊള്ള അല്ലേ? ഓക്കെ. അപ്പൊ ഈറോഡ് 35, തിരുപ്പൂർ 81, അന്തിയൂർ 19. ഓരോ സ്ഥലങ്ങളും ഇവിടുത്തെ അടിപൊളിയാ. റോഡും റോഡിന്റെ സൈഡിലെ മരങ്ങളും, അതാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളിയായിട്ട്. സൂപ്പറായിട്ട് പറയാൻ വാക്കുകളില്ല. പറഞ്ഞാൽ തീരാത്ത അത്ര ഭംഗിയാണ് ഇവിടുത്തെ റോഡുകളും അതിന്റെ സൗന്ദര്യവും മരങ്ങളുമായിട്ടുള്ള.
ഇത് ഇവിടെ ഈ റൂട്ടിൽ ആൾക്കാർ വണ്ടി പോകുന്നത് തന്നെ നമ്മുടെ സേലവും സംഘഗിരിയും ആ 2 ടോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡിലെ ആൾക്കാർ കൂടുതൽ ലോറികളും വാഹനം കൂടുതൽ ചെറിയ വാഹനമായാലും പോകുന്നത്. അപ്പോൾ ഇവിടെ പുതിയ ടോളിന്റെ പരിപാടികൾ ഇവർ ഇവിടെ തുടങ്ങുന്നുണ്ട്. അപ്പം ഭാവിയിൽ ഇവിടെ ഒരു ടോൾ ബൂത്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ ഇതുവഴി വരൂലാന്ന് തോന്നുന്നുണ്ട്. വേറെ ഒരു സ്ഥലത്ത് കണ്ടിരുന്നു നമ്മൾ അവിടെ നിന്ന് കയറിയ പാട്. അപ്പോൾ ഭാവിയിൽ ഇവിടെ ഒരു ടോൾ ബൂത്ത് വരാൻ ചാൻസ് അല്ല, പണി നടക്കുന്നുണ്ട്. അണ്ണൻ പറയുന്നത് ഈ ബൾക്കർ വണ്ടിയുണ്ട്, നമ്മുടെ മുമ്പിൽ കാണുന്ന ബൾക്കർ വണ്ടി സിമെന്റിന്റെ, അത് മേട്ടൂരാണ് ഇതിന്റെ ഏറ്റവും ഫേമസ് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഒരുപാട് സിമെന്റ് ഫാക്ടറികളിലായിട്ട്, അത് എൻ്റെ ആദ്യത്തെ ഒരു അറിവാണ്. അപ്പൊ അതിനെപ്പറ്റി അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. പഴങ്ങളെ കൊണ്ടുള്ള ആറാട്ട് നല്ല ഭംഗിയുണ്ട്, അടിപൊളി പഴങ്ങൾ ഇവിടുത്തെ. അപ്പം നമ്മളിപ്പോൾ ഹൈവേക്ക് എത്താൻ പോവുകയാണ്. ഭവാനി ടൗൺ എത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് നമ്മുടെ ബൈപ്പാസ് റോഡ്, കോയമ്പത്തൂരിലേക്കുള്ള ബൈപ്പാസ് റോഡിലേക്ക് ടച്ച് ആവാൻ പോവുകയാണ്. ഇത് ഭവാനി സിറ്റി. ബൈപ്പാസ് ഇല്ല, ഭവാനി സിറ്റി ബസ് സ്റ്റാൻഡ്, പൂക്കടை, துணிக்கடை, பஜார் எல்லாம் இருக்கு. எல்லாம் இருக்குது. பஜார் எல்லா வண்டியுமே இந்த வழி தான் போவோம். ஓகே, இந்த வழி தான் வரும். ஓகே. என்னன்னா பாலாறு, காவேரி, பவானி. മൂന്നാറാ? മൂന്നാറാ? ഇത് മൂന്നാറ് ചേരുന്നത് അവിടെ. വണ്ടി പോയി പഠിക്കാം ബൈപ്പാസ്. தண்ணி அங்கே ஊற்றும் வண்டி போடுவாங்க. அங்கே அந்த பாலத்துக்கு வண்டி முன்னி மூணு இது வந்து ஒன்றா சேரும். மூணாறு இதுக்கு போங்க, கடலுக்கு போயிடும். அப்படியா? കലങ്കരയൻ പാളയം. അങ്ങനെ നമ്മൾ ഭവാനിയിൽ നിന്ന് നേരെ കോയമ്പത്തൂരിലേക്കുള്ള ബൈപ്പാസിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കോയമ്പത്തൂർ 101 കിലോമീറ്റർ ഉണ്ട്, തൃശ്ശൂരേക്ക് 201 കിലോമീറ്ററാണ്, തിരുപ്പൂർ 77. പിന്നെ നേരെ കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, അതാണ് ഇനി നമ്മുടെ റൂട്ട്. അപ്പോൾ അണ്ണൻ്റെ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അണ്ണന് പോകേണ്ടത് ഈ റോഡിലേക്കൂടെ പോകേണ്ടത്. അതായത് ഇതൊരു സ്ഥലം എരികോട്. എരികോടാ? എരികോട്, ഈറോഡ്. എരിയോട്. അപ്പോൾ അണ്ണൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബസ്സിന് പോകുന്നു. ഇവിടുന്ന് അണ്ണൻ ഏകദേശം എൻ്റെ കൂടെ തൊപ്പൂരിൽ നിന്ന് കയറിയിട്ട് ഏകദേശം നമ്മുടെ പെരുന്തുറക്ക് ഒരു 11 കിലോമീറ്റർ ഇപ്പുറം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അണ്ണന് നമുക്കൊരു ബൈ ബൈ പറയാം. അപ്പോൾ അണ്ണൻ പോകലായി. അപ്പോൾ അണ്ണൻ ഓക്കെ എന്നാൽ കേട്ടാ, ഓക്കെ, ബൈ ബൈ. അപ്പോൾ അണ്ണൻ അവിടുന്ന് അങ്ങ് നടന്നു പോയി ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക്. െങ്കിലും ലോറി ലൈഫ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. എൻ്റെ നമ്പർ 9947117561. കാരണം ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർക്കുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരെ കൊണ്ട്, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിളിക്കൂ. ഈ ലോറിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ബാറ്ററിയും കൊണ്ട് വരുമ്പോൾ കത്തിപ്പോയത് ഇവിടുന്ന്. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഒരു പശുവിനെ കണ്ടു. ഇന്ന് പശുവിന് നല്ല എന്താ പറയുക, മാലയൊക്കെ ഇട്ടെടുത്ത്, പൂമാലയൊക്കെ ഇട്ടെടുത്ത് ഇന്ന്. അണ്ണാ ഇത് പൊങ്കലായോണ്ട് പണിയതാ இந்த மாதிரி? அப்படியா? இது எந்த பசு அண்ணா? ஜேசியா? என்னண்ணா? பெண்பல்ஸா? பெண்பல்ஸ்ன்னு சொல்லியாலு எல்லாரியா? எனக்கு தெரியாது. ഞാൻ முதல்ல പെൺ പശുവാ? അല്ല, പശു എന്ന ബ്രീഡ്? അതായത് ഞാൻ കേட்கறது ஜெர்சி, வெச்சூர், நாட்டு பசு. அப்படியா? அப்ப பொங்கலுக்கு இந்த மாதிரி பண்ணுமா பசுக்கு? அப்படியா? எல்லா வருஷம் இந்த மாதிரி பண்ணும்? எல்லா பசுக்களுக்கும் இந்த மாதிரி பண்ணும். அப்ப அந்த காளையோ? அது நீங்கதா? உங்க காளையா அது? அதுவும் அந்த மாதிரி பண்ணும்ல. இது நீங்க வீடா? இது நீங்க வீடு எங்க? അങ്കേതാനാ? ഓക്കെ ഓക്കെ. അപ്പോൾ പശുവിൻ്റെ ആ സംഭവം മാലൊക്കെ ഇട്ട് പൊങ്കലിന് ഇതാക്കിയ പോലെ തന്നെ ഇവിടെ കാളക്കും
അലങ്കരിച്ചിട്ടുണ്ട്. അവർ എല്ലാ വർഷവും പൊങ്കലിനെ ഇങ്ങനെ ഇതാക്കുന്ന പറയുന്നത്. എന്നെ കുത്താൻ വരുന്ന പോലെ ഉണ്ട്. അല്ല, കുത്താനല്ല. ഓ, കുത്താൻ വരുന്ന. അപ്പൊ പരിചയമില്ലാത്തോണ്ടാന്ന് തോന്നുന്നുണ്ട്. അണ്ണാ, അത് എന്നെ தெரியாதல்ல, പരിചയമില്ലാത്തോണ്ടാ അതാ அந்த மாதிரி വരുന്നത്. நீங்க போய் அந்த மாதிரி பண்ண மாட்டேன். புதுசு அந்த மாதிரியே. ഓക്കെ ഓക്കെ. ഈറോഡൊക്കെ കഴിഞ്ഞു, തിരുപ്പൂരൊക്കെ കഴിഞ്ഞു. ഏകദേശം ഞാൻ കോയമ്പത്തൂർ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈദരാബാദിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള യാത്രയുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.